ഹലോ, ഇന്നും ഒരു പുതിയ ഐറ്റമായിട്ട് വന്നിട്ടുണ്ട്. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു പച്ചമാങ്ങ കറിയാണ് കേട്ടോ. ഇത് അച്ചാറല്ല, കറിയാണ്. ഇതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അർജൻറ്റായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു മാങ്ങ മാത്രമാണ് കേട്ടോ. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്കപ്പോൾ മാങ്ങ മുറിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. എല്ലാവർക്കും അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പച്ചമാങ്ങ എടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും സൈഡൊക്കെ ഇങ്ങനെ കുഞ്ഞുകുഞ്ഞാന്ന് പല്ല് പോലെ അരിഞ്ഞു വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. പിന്നെ ഒരു ബൗൾ, അതായത് ഒരു മാങ്ങ ഫുള്ള് പല്ല് പോലെ മുറിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാല, അതായത് മുളക് പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് ഇട്ടിട്ട് ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ചൂടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അതിൻ്റെ ഒരു പച്ച മണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ വെള്ളം ഒഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഗ്യാസ് നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് തിളന്ന ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാവേ. അപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടി പൊടിയായിട്ട് പല്ല് പോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ എല്ലാം കൂടെ നന്നായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൽ ആ ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ ഞാൻ നേരത്തെ ഉലുവ എന്ന് പറഞ്ഞില്ലേ, അത് ഉലുവ പൊടിയാണ് കേട്ടോ. ഉലുവ പൊടി 1/4 ടീസ്പൂൺ ചേർക്കണേ. വേറെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം ഇതിലില്ല കേട്ടോ. നമ്മളപ്പം 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, ഒരു മാങ്ങ മുറിച്ചത് ചേർത്തു, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇനിയിപ്പോൾ നമുക്ക് ചേർക്കാനുള്ളത് വളരെ അധികം, അതായത് നമുക്ക് അത്യാവശ്യത്തിനുള്ള കറിവേപ്പിലയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത്. കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇനി ഒരൊറ്റ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ. അത് ജസ്റ്റ് ഒരു എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ വേറെ കടുകൊന്നും താളിച്ച് പൊട്ടിച്ചിടുന്നൊന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മൾ അച്ചാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും സിമ്പിളായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു മാങ്ങ കറിയാണേ. ഇങ്ങനത്തെ മാങ്ങക്കറി നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ. അതായത് കമൻറ്റ് ഇടണേ. അപ്പോൾ അപ്പൂസ് ക്രേസി വേൾഡിലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ മാങ്ങക്കറി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമ്മളത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അധികം എരിവുമില്ല ഉപ്പുമില്ല, നല്ലൊരു ടേസ്റ്റായിരുന്നേ. നല്ല മാങ്ങക്കറിയും അച്ചാറിനേക്കാളും നല്ലൊരു ടേസ്റ്റായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാമേ. സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്